നമസ്കാരം. ഗ്രാമീയ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സ്വാതന്ത്ര്യ സമര സേനാനിയും മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവുമായിരുന്ന കെ ഈശന്റെ ചരമവാർഷികം ആചരിച്ചു. ഭീകരവാദത്തിനെതിരെ CPM ജനസദസ്സ് സംഘടിപ്പിച്ചു. അവധിക്കാലം വരുമാന മാർഗമാക്കി ചാഴൂർ ദുബായ് റോഡിലെ കുഞ്ഞു സംരംഭകൻ. വാർത്തകൾ വിശദമായി. സ്വാതന്ത്ര്യ സമര സേനാനിയും മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവുമായിരുന്ന കെ ഈശന്റെ 25ാം ചരമവാർഷികം ആചരിച്ചു. താന്യം വടക്കുമുറിയിലെ ഈശന്റെ വീട്ടുവളപ്പിലെ സ്മൃതി കുടീരത്തിൽ രാവിലെ പുഷ്പാർച്ചനയ്ക്ക് ശേഷം നടന്ന അനുസ്മരണ യോഗം CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്തു. നമ്പൂതിരി സമുദായത്തിൽ ജനിച്ചു വളർന്ന സഖാവ് കെ ഈശൻ അക്കാലത്ത് സാമൂഹ്യ നീതിക്ക് വേണ്ടി, സമത്വത്തിന് വേണ്ടി, സമൂഹത്തിൻ്റെ മുന്നേറ്റത്തിന് വേണ്ടി സ്വയം സമർപ്പിച്ച സഖാവാണ്. ഉച്ചനീചത്വങ്ങൾക്കെതിരായി, മറ്റെല്ലാ തരത്തിലുമുള്ള അനീതികൾക്കെതിരായി തൻ്റെ ജീവിതം സമർപ്പിച്ച ഒരു വിപ്ലവകാരിയെയാണ് ഈ നാട് ഇന്ന് ഓർക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയുടെ ജില്ലയിലെ ചരിത്രത്തിൽ ജ്വലിച്ചു നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പേരുകളിൽ ഒന്നാണ് സഖാവ് കെ ഈശൻ തിരുമേനിയുടേത്. അങ്ങനെ പറഞ്ഞാലും തെറ്റില്ല എന്നാണ് ഞാൻ കരുതുന്നത്. അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പിളർപ്പുണ്ടായപ്പോൾ CPIM രൂപീകരിക്കപ്പെട്ട ആദ്യകാലത്ത് പാർട്ടിയുടെ ആക്ടിംഗ് സെക്രട്ടറിയായിട്ട് സഖാവ് പ്രവർത്തിക്കുകയുണ്ടായി. ഏരിയ സെക്രട്ടറി AS ദിനകരൻ അധ്യക്ഷനായി. കർഷക സംഘം ജില്ലാ പ്രസിഡന്റ് PR വർഗീസ്, CPM ഏരിയ കമ്മിറ്റി അംഗങ്ങളായ KK അനിൽ, CP ജോസ്, MV മുകേഷ്, സിബിൻ C ബാബു, AS ജിംഷാർ, താന്യം തെക്ക് ലോക്കൽ സെക്രട്ടറി TV മദനമോഹനൻ എന്നിവർ സംസാരിച്ചു. കാശ്മീരിൽ നടന്ന ഭീകര ആക്രമണത്തിനെതിരെ CPI കയ്പമംഗലം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്നേഹ ദീപമാല സംഘടിപ്പിച്ചു. CPI മണ്ഡലം കമ്മിറ്റി അംഗം MD സുരേഷ് ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ സെക്രട്ടറി ER ജോഷി അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗം PH അബ്ദുള്ള, അസിസ്റ്റന്റ് സെക്രട്ടറി PK റഹീം, ലോക്കൽ കമ്മിറ്റി അംഗം ദിവ്യ അനീഷ് തുടങ്ങിയവർ സംസാരിച്ചു. ഭീകരവാദത്തിനെതിരെ മാനവികത എന്ന മുദ്രാവാക്യവുമായി CPM നാട്ടിക ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വാടാനപ്പള്ളി സെന്ററിൽ ജനസദസ്സ് സംഘടിപ്പിച്ചു. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KV നഫീസ ഉദ്ഘാടനം ചെയ്തു. ഏരിയ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് VK ജ്യോതിപ്രകാശ് അധ്യക്ഷനായി. പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് രാജേഷ് പുതുക്കാട് മുഖ്യപ്രഭാഷണം നടത്തി. CPM ഏരിയ സെക്രട്ടറി MA ഹാരിസ് ബാബു, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ KR സീത, മഞ്ജുള അരുണൻ, KC പ്രസാദ്, പുരോഗമന കലാസാഹിത്യ സംഘം ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് VD പ്രേംപ്രസാദ്, ലോക്കൽ സെക്രട്ടറി VA ഷാജുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് ഭീകരതയ്ക്കെതിരെ മെഴുകുതിരി കത്തിച്ച് പ്രതിജ്ഞ ചൊല്ലി. സ്വർഗമെന്ന് പറയുന്ന രീതിയിലേക്കുള്ള അത്രയും നല്ല രീതിയിലുള്ള നമുക്ക് കാണാനും ഒക്കെ ആസ്വദിക്കാനുമുള്ള അത്രയും നല്ലൊരു ടൂറിസ്റ്റ് കേന്ദ്രം ജമ്മു കാശ്മീർ. പലവരും പോയവരുണ്ട്. നമ്മുടെ ഒരുവിധ ആളുകളൊക്കെ പോകുന്നതുമുണ്ട്. നമുക്ക് പോയാൽ അറിയാം അവിടുത്തെ അവസ്ഥ. അത്രയും നല്ല ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ്. അവിടേക്ക് ടൂറിസ്റ്റ് കേന്ദ്രത്തിലേക്ക് വിനോദയാത്ര പോയ 26 പേര് ഇതൊന്നും മനസ്സിൽ വെക്കാതെ വളരെ സന്തോഷകരമായി കുടുംബത്തോടൊപ്പം ആസ്വദിക്കുന്നതിന് വേണ്ടി ബൈസൺ എന്ന ഗ്രാമത്തിലേക്ക്, അവിടെ നല്ല അന്തരീക്ഷമുള്ള സ്ഥലമാണ്, നമ്മളൊക്കെ പോയിട്ടുണ്ട്, അതുകൊണ്ട് പറയുകയാണ്. അവിടേക്ക് പോയി അവിടെ എത്തിയ സമയത്താണ്, പ്രതീക്ഷിക്കാത്ത സമയത്ത് ഭീകരർ വന്ന് ഇവരെ വെടിയുതിർക്കുന്നത്. അന്തിക്കാട് തണ്ടിയേക്കൽ കുടുംബസഭയുടെ വാർഷികാഘോഷം അന്തിക്കാട് കാർത്തിക ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു. കുടുംബാംഗമായ TM ഭുവനദാസൻ ഉദ്ഘാടനം ചെയ്തു.
പറ്റി നമ്മൾ ആലോചിക്കേണ്ടതെന്ന് സൂചിപ്പിച്ചില്ല, പലരും സൂചിപ്പിച്ചു. അപ്പോൾ നമ്മുടെ പുഷ്പാങ്കചേട്ടൻ അടുത്ത സെലിബ്രേഷൻ ഹാളിൽ ചോദിച്ചറിഞ്ഞിട്ടുണ്ട്. കുറച്ച് എക്സ്പെൻസീവാണ്, പക്ഷെ എന്തായാലും നമ്മൾ അതിനെപ്പറ്റി ആലോചിക്കുന്നതാണ് എൻ്റെ അഭിപ്രായം. അതിൽ കൂടുതൽ ചിലവ് വരണമെങ്കിൽ കുറച്ചൊക്കെ ഞാൻ എക്സ്ട്രാ തരാനും തയ്യാറാണ്. പിന്നെ നമ്മുടെ പല പ്രോജക്ട്സുകൾക്കും നമുക്ക് സ്പോൺസേഴ്സിനെ കണ്ടുപിടിക്കാം. കുറേ നമ്മുടെ NRI ഫാമിലീസ് ഉണ്ട്, കുറേ പേര് ഔട്ട് സ്റ്റേഷനുണ്ട്, ബോംബെ, മദ്രാസ്, അവിടേക്കുള്ള അവരൊക്കെ അപ്രോച്ച് ചെയ്താൽ നമുക്ക് ഫൈനാൻസ് കിട്ടുന്നതാണ്. പ്രസിഡന്റ് ഗീതാരമണൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി TP രാജൻ, ട്രഷറർ TK ഉണ്ണി, രക്ഷാധികാരികളായ TR പുഷ്പാങ്കദൻ, TU അറുമുഖൻ, അസിസ്റ്റന്റ് സെക്രട്ടറി ചന്ദ്രബാലൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് കുടുംബാംഗങ്ങളുടെ കലാപരിപാടികളും അരങ്ങേറി. ഭരണഘടനയ്ക്കെതിരായ വഖഫ് നിയമം പിൻവലിക്കുക, മുസ്ലിം വിരുദ്ധ അജണ്ടയെ ജനകീയമായി ചെറുത്തു തോൽപ്പിക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് SDPI വാടാനപ്പള്ളി പഞ്ചായത്ത് കമ്മിറ്റി നൈറ്റ് മാർച്ച് നടത്തി. SDPI തൃശൂർ ജില്ലാ ട്രഷറർ യഹിയ മന്ദലാങ്കുന്ന് ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു. SDPI പഞ്ചായത്ത് പ്രസിഡന്റ് നൌഫൽ വലിയകത്ത് അധ്യക്ഷനായി. പഞ്ചായത്ത് സെക്രട്ടറി മുഫ്സൽ, മണലൂർ മണ്ഡലം വൈസ് പ്രസിഡന്റ് ഹസൻ മരോട്ടിക്കൽ, നൌഫൽ വലിയകത്ത്, ഭാരവാഹികളായ നിഷാം, അൻവർ, സനോബർ എന്നിവർ നേതൃത്വം നൽകി. ചാമക്കാല ഇസ്ലാമിക് റിലീഫ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ഹജ്ജ് പഠന ക്ലാസും യാത്രയപ്പും നടത്തി. ചാമക്കാല മഹല്ല് ഖത്തീബ് ഷുഹൈബ് ഹുദവി വല്ലപ്പുഴ ഉദ്ഘാടനം ചെയ്തു. KH സലീം അധ്യക്ഷനായി. കഴിമ്പ്രം കാഞ്ഞിരപ്പള്ളി ഖത്തീബ് അനസ് അൻവരി വെൺമനാട് പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. അബ്ദുസമദ് ബാഗവി ചെകന്നൂർ ഹജ്ജ് പഠന ക്ലാസ് നയിച്ചു. IRS സെക്രട്ടറി EH ഗന്ന, GCC പ്രസിഡന്റ് MCM ഷമീർ അലി, IRS ഭാരവാഹികളായ MCM സനൂബ് അലി, NA ത്യാഹ, KA ഷംസുദ്ദീൻ, CA സഫ്വാൻ, CS ഫായിസ്, ആഫിഖ് അലി ചാമക്കാല, സലീം പുറക്കുളം എന്നിവർ സംസാരിച്ചു. ഭീകരതയ്ക്കെതിരെ CPI ലോക്കൽ കമ്മിറ്റി മെഴുകുതിരി കത്തിച്ച് പ്രതിഷേധിച്ചു. CPI നാട്ടിക മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം AG സുഭാഷ് ഉദ്ഘാടനം ചെയ്തു. രാജൻ പട്ടാട്ട് അധ്യക്ഷനായി. വലപ്പാട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കിഷോർ വാഴപ്പുള്ളി, ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ ബിജോയ് മാഷ്, സുജിൻ പുല്ലാട്ട്, വിനു പട്ടാലി, വസന്ത ദേവലാൽ, സീന കണ്ണൻ, KS ഉണ്ണികൃഷ്ണൻ, ഗംഗാധരൻ, ബാബു മേൽവീട്ടിൽ, ദിൽജിത്ത്, റഹ്മത്തലി, KS ഷാജു എന്നിവർ സംസാരിച്ചു. കൈപ്പുള്ളി ശ്രീ ഭഗവതി വിശ്വമായ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ദിനം ആഘോഷിച്ചു. തന്ത്രി ഹരിലാൽ, ക്ഷേത്ര മേൽശാന്തി യാദവ് എന്നിവർ നേതൃത്വം നൽകി. പ്രസിഡന്റ് കിഷോർ, സെക്രട്ടറി ഗീതു രാംദാസ്, മനേഷ്, വത്സൻ എന്നിവർ നേതൃത്വം നൽകി. ചാമക്കാല യൂണിറ്റ് SYS, SKSSF, SKSBV, മജ്ലിസിനൂർ കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിർധന കുടുംബത്തിന് നിർമ്മിച്ചു നൽകുന്ന വീടിൻ്റെ താക്കോൽ ദാനവും മജ്ലിസിനൂർ വാർഷികവും സംഘടിപ്പിച്ചു. ഹുസൈൻ തങ്ങൾ കൊടക്കാട് താക്കോൽ ദാനം നിർവഹിച്ചു.
മഹല്ല് ഖത്തീബ് ഷുഹൈബ് ഹുദവി വല്ലപ്പുഴ ഉദ്ഘാടനം ചെയ്തു. ഇ.കെ. മുഹമ്മദ് അലി അധ്യക്ഷനായി. ഉമർ ഹുദവി കാക്കാത്തുരുത്തി, മുഹമ്മദ് മുബഷീർ കമാലി എന്നിവർ മജ്ലിസിന്നൂറിന് നേതൃത്വം നൽകി. അൻവർ മുഹീദ്ദീൻ ഹുദവി, കെ ജാഫർ മുസ്ലിയാർ, ഡോക്ടർ അഹമ്മദ് നൌഫൽ റഹ്മാനി, സുലൈമാൻ ബുഗാരി ചാമക്കാല, പി.ബി. അലിയാർ ഹാജി തുടങ്ങിയവർ സംസാരിച്ചു. പോഴങ്കാവ് യുവജന സമിതിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന പോഴങ്കാവ് ഫെസ്റ്റിന് വർണ്ണാഭമായ തുടക്കം. ഇ.ടി. ടൈസൺ എം.എൽ.എ. ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ഈ പോഴങ്കാവിൽ ഇതുപോലെ ഒരു സ്ഥലത്ത് നമുക്ക് ഒരുമിച്ചിരിക്കാൻ കിട്ടിയ ഈ അവസരം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. കുട്ടികളുടെയും അതുപോലെ വളരെ പ്രധാനപ്പെട്ട മറ്റുള്ളവരുടെ എല്ലാ കലാപ്രകടനങ്ങളും മറ്റുമൊക്കെ കാണുവാനുള്ള ഒരു അവസരമാണ്. വളരെ സന്തോഷം. ഈ പോഴങ്കാവ് ഫെസ്റ്റ് സംഘടിപ്പിച്ച മുഴുവൻ പേരോടുള്ള സ്നേഹം അറിയിക്കുന്നു. ഔപചാരികമായി ഈ ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തു. ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M.S. മോഹനൻ, വാർഡ് മെമ്പർ രാജേഷ് കൈതക്കാട്ട്, സമിതി പ്രസിഡന്റ് ഷാജി പനക്കാട്ട് തുടങ്ങിയവർ സംസാരിച്ചു. 7 ദിവസം നീണ്ടു നിൽക്കുന്ന ഫെസ്റ്റിൽ അമ്യൂസ്മെന്റ് പാർക്ക്, ഫുഡ് കോർട്ട്, മ്യൂസിക് ബാൻഡ്, കിഡ്സ് കോർണർ, ജംഗിൾ ഗാർഡൻ, കൺസ്യൂമർ സ്റ്റാൾ തുടങ്ങിയ വൈവിധ്യമാർന്ന പരിപാടികളാണ് ഒരുക്കിയിട്ടുള്ളത്. ഉദ്ഘാടന സമ്മേളനത്തിന് മുന്നോടിയായി സാംസ്കാരിക ഘോഷയാത്രയും ഉണ്ടായിരുന്നു. കേരള ജേർണലിസ്റ്റ് യൂണിയൻ തൃപ്പയാർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മെയ് 1 സ്ഥാപക ദിനാചരണം നടത്തി. തൃപ്പയാർ പ്രസ് ക്ലബ് ഓഫീസ് പരിസരത്ത് ചേർന്ന സ്ഥാപക ദിനാചരണം മുതിർന്ന മാധ്യമപ്രവർത്തകനും IJU ദേശീയ സമിതി അംഗവുമായ ജോസ് താടിക്കാരൻ പതാക ഉയർത്തി ഉദ്ഘാടനം ചെയ്തു. മേഖലാ വൈസ് പ്രസിഡന്റ് സജീഷ് MS അധ്യക്ഷനായി. ജില്ലാ കമ്മിറ്റി വൈസ് പ്രസിഡന്റ് KR മധു, മേഖലാ സെക്രട്ടറി EC അനിൽ, സതീഷ് കല്ലയിൽ, നൌഫൽ AI, മുരളി TK, സുബ്രൻ അന്തിക്കാട് എന്നിവർ സംസാരിച്ചു. വലപ്പാട് ആനവിഴുങ്ങി ശ്രീ ഭഗവതി നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ അഷ്ടബന്ധ നവീകരണ കലശവും പ്രതിഷ്ഠാ ദിനവും നടത്തി. മഹാഗണപതി ഹോമം, വിശേഷൽ പൂജകൾ, കലശപൂജ, ബ്രഹ്മകലശാഭിഷേകം, ഉച്ചയ്ക്ക് പ്രസാദോട്ട്, തുടർന്ന് മുത്തപ്പന് കളം, വൈകിട്ട് വീരഭദ്രസ്വാമിക്ക് രൂപക്കളം, സമൂഹാർച്ചന, ദീപാരാധന, ചുറ്റുവിളക്ക്, നിർമ്മാല, രാത്രി ഭദ്രകാളി ദേവിക്ക് രൂപക്കളവും പാട്ടും ഗുരുതി തർപ്പണം എന്നിവയും നടന്നു. ക്ഷേത്രം തന്ത്രി ഡോക്ടർ കാരുമാത്ര വിജയൻ തന്ത്രി ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികനായി. ക്ഷേത്രം പ്രസിഡന്റ് VS ബാലരാമൻ, സെക്രട്ടറി KV കണ്ണൻ, ട്രഷറർ KP രബിൻ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ഇടവേള. ബിഗ് അക്ഷയ തൃതീയ ഓഫർ AJ ഗോൾഡ് ആൻഡ് ഡയമണ്ട് തൃപ്രയാറിൽ. അക്ഷയ തൃതീയയ്ക്ക് പർച്ചേസ് ചെയ്യുമ്പോൾ സ്വർണ്ണ കോയിൻ, സിൽവർ കോയിൻ, പട്ടുസാരി തുടങ്ങി കൈ നിറയെ സമ്മാനങ്ങൾ. അഡ്വാൻസ് ബുക്കിംഗിലൂടെ ഗോൾഡ് റേറ്റിന്റെ 3% മാത്രം നൽകി കുറഞ്ഞ റേറ്റിൽ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുവാൻ സുവർണാവസരം. ഡയമണ്ട് 18 കാരറ്റ് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ട്. 1 ലക്ഷത്തിലധികം ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളുടെ നീണ്ട നിര. സ്വർണ്ണാഭരണങ്ങൾ കൂടാതെ വെള്ളി ആഭരണങ്ങൾക്ക് മാത്രമായി എക്സ്ചേഞ്ച് ഫെസ്റ്റിവൽ. AJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്, തൃപ്രയാർ ജംഗ്ഷൻ.
Geeta Ravi Public School, the joy of learning. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരവും ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകളിലേക്ക് തിരിച്ചു വരാം. ചാമക്കാല അരങ്ങാട്ടിൽ ഭഗവതി ക്ഷേത്രത്തിന്റെ ശിലാസ്ഥാപന കർമ്മം സ്വാമിജി ഉദിത് ചൈതന്യ നിർവഹിച്ചു. ക്ഷേത്രം തന്ത്രി പ്രസന്നൻ അടികൾ, സതീശൻ ആചാര്യ, ശില്പി കുമാരൻ, കണ്ണൻ അരങ്ങാട്ടിൽ, ഷൈജൻ ശ്രീവത്സം, ഓമന ഗോപി തുടങ്ങിയവർ പങ്കെടുത്തു. അവനവന് ആത്മസുഖത്തിനായി ആചരിക്കുന്നത് അപരണ സുഖത്തിനായി വരണമെന്നാണ്. മറ്റുള്ളവർക്ക് സുഖം ഉണ്ടാവണമെന്നാണ് അല്ലേ? അങ്ങനെയല്ലേ പഠിപ്പിക്കുന്നത്? ആണോ? അപ്പം അടുത്ത് നിൽപ്പോരനുജനെ കാണാൻ അക്ഷികളുണ്ടാവണം എന്നൊക്കെയാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. അപ്പം സമൂഹത്തിന് നന്മയുണ്ടാവണം, ലോകത്തിന് മംഗളമുണ്ടാവണം, ലോകത്തിന് കല്യാണം ഉണ്ടാവണം എന്ന് വെച്ചാൽ കല്യാണം എന്ന് പറഞ്ഞാൽ മാരേജ് എന്നുള്ള അർത്ഥത്തിലല്ല, ലോകത്തിന് എല്ലാവിധത്തിലുള്ള അഭിവൃദ്ധി ഉണ്ടാവണം. അങ്ങനെ ഒരു മന്ത്രം ഉണ്ടല്ലോ സംസ്കൃതത്തിൽ, ലോകത്തിന് മുഴുവൻ നന്മയുണ്ടാവാൻ വേണ്ടിയിട്ട്. ഏതാണ് ആ മന്ത്രം? ലോകാ സമസ്ത. ഇത് ഹിന്ദുവിന് മാത്രമേ ഉള്ളൂ. മനസ്സിലായില്ലേ? ഹിന്ദു സംസ്കൃതിയുടെ പ്രത്യേകത അതാണ്. ലോകം മുഴുവൻ നന്നാവണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു സംസ്കാരം. സ്പോർട്സാണ് ലഹരി എന്ന ആശയം മുന്നോട്ട് വെച്ചുകൊണ്ട് തൃശൂർ ജില്ലാ സ്പോർട്സ് കൗൺസിലും കൈസൻ ഗോജു റിയു കരാത്തെ അസോസിയേഷനും സംയുക്തമായി സെൽഫ് ഡിഫൻസ് എമർജൻസി ടെക്നിക് കോച്ചിംഗ് ക്യാമ്പ് സംഘടിപ്പിച്ചു. റെഡ് ബുൾസ് ഏങ്ങണ്ടിയൂരിൻ്റെ അങ്കണത്തിൽ നടത്തിയ ക്യാമ്പിൻ്റെ സമാപന ചടങ്ങ് വാടാനപ്പള്ളി എക്സൈസ് ഇൻസ്പെക്ടർ VG സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. റെഡ് ബുൾസ് രക്ഷാധികാരി NV രാജേഷ് അധ്യക്ഷനായി. ഷമീറ ഷബീർ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. അസോസിയേഷൻ പ്രസിഡന്റ് RM ജംഷീദ്, സെക്രട്ടറി മുകേഷ്, ഏങ്ങണ്ടിയൂർ യൂത്ത് വിംഗ് കോർഡിനേറ്റർ KH സുൽത്താൻ, BLS ക്ലബ് പ്രസിഡന്റ് പ്രൈസൻ മാസ്റ്റർ, സീനിയർ അധ്യാപകൻ ദേവദാസ്, സൗമ്യ പ്രസൂൺ, CG രജീഷ് തുടങ്ങിയവർ സംസാരിച്ചു. ട്രെയിനർമാരായ KV വിപിൻ, KK ശാന്തകുമാർ, വിഷ്ണു TA അതുൽകുമാർ, ജിതേഷ് K വിജയൻ, PS ആർദ്ര, TR ഗൂഗുൽ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. അതിനെതിരെ നമ്മുടെ ഭരണകൂടം പലവിധ പരിപാടികളും ആസൂത്രണം ചെയ്തുകൊണ്ട് ഇതിനെ ഈ സമൂഹത്തിൽ നിന്ന് തന്നെ ഇല്ലായ്മ ചെയ്യുവാനായിട്ട് പരിപാടികൾ നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയൊക്കെ സ്പോർട്സാണ് ലഹരി എന്ന ഒരു സംരംഭവുമായി പല സ്ഥലങ്ങളിലും ഇങ്ങനെ ക്യാമ്പുകൾ സംഘടിപ്പിച്ചിരിക്കുകയാണ്. അതിനിവിടെ സംഘടിപ്പിച്ച ഇതിൻ്റെ ഭാരവാഹികൾക്ക് അതിന് നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ സ്പോർട്സിലൂടെ നിങ്ങളുടെ ഈ ലഹരി മാറ്റി നിർത്താൻ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഇന്ന് സമൂഹം നേരിട്ടുകൊണ്ടിരിക്കുന്ന, പ്രത്യേകിച്ചും യുവതീയുവാക്കളിൽ, കൊച്ചുകുട്ടികളിൽ സമൂഹം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു മാരക വിപത്തായ ഈ ലഹരിയെ തുടച്ചു നിൽക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇവിടെ ഈ ക്യാമ്പ് കൊണ്ട് സാധിക്കട്ടെ എന്ന് കൂടി ഞാൻ ആശംസിക്കുന്നു. CPI തൃത്തല്ലൂർ ബ്രാഞ്ച് ഭീകരവിരുദ്ധ ദിനം ആചരിച്ചു. CPI വാടാനപ്പള്ളി ലോക്കൽ സെക്രട്ടറി CB സുനിൽകുമാർ പ്രതിഷേധ സായാഹ്നം ഉദ്ഘാടനം ചെയ്തു. ബ്രാഞ്ച് സെക്രട്ടറി IR നന്ദകുമാർ അധ്യക്ഷത വഹിച്ചു. ലോക്കൽ കമ്മിറ്റി അംഗം അനിൽകുമാർ, ദിനേഷ് പൊയ്ക്കാരത്ത്, സുനിൽ തൃപ്പുണത്ത്, രമ്യ തുടങ്ങിയവർ സംസാരിച്ചു. മണലൂർ ഗ്രാമപഞ്ചായത്ത് അംഗനവാടികൾ സ്മാർട്ടാക്കൽ പദ്ധതിയുടെ ഭാഗമായി അംഗനവാടികളിലേക്ക് ലാപ്ടോപ്പ്, പ്രൊജക്ടർ സ്ക്രീൻ എന്നിവയുടെ വിതരണവും അംഗനവാടികളിലേക്ക് ഉപകരണങ്ങൾ നൽകൽ പദ്ധതിയുടെ ഭാഗമായി അംഗനവാടികളിലേക്കുള്ള മിക്സിയുടെ വിതരണവും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൈമൻ തെക്കത്ത് നിർവഹിച്ചു. വാർഡ് മെമ്പർ ധർമ്മൻ പർത്താട്ടിൽ, ICDS സൂപ്പർവൈസർ കവിത എന്നിവർ സംസാരിച്ചു. വളരെ ആത്മാർത്ഥമായിട്ടാണ് ഞാൻ പറയുന്നത്. നീലം കൊടുക്കാന്ന് പറയുമ്പോൾ ഇപ്പം ഞാനൊക്കെ സ്കൂളിൽ ഇരിക്കുമ്പോൾ എനിക്ക് ഇരിക്കേണ്ട സ്വഭാവം ഇല്ലാത്ത ഒരാളാണ്. ഇങ്ങനെ ഓടിക്കൂടി ഇരിക്കും. അപ്പോൾ ഞാൻ മിക്ക പരിപാടിയും കൺവീനറോ വേറെ ലക്ഷ്യം വെച്ചിട്ടൊന്നുമല്ല. ഇപ്പോൾ പരിപാടികളൊക്കെ ഏറ്റവും മനോഹരമായി നടത്താമെന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഞാൻ ഔട്ട് ഓഫ് പ്രോഗ്രാമിലൊക്കെ അതിൻ്റെ തലപ്പത്തേക്ക് വരാറുണ്ട്. എന്താണെന്നറിയില്ല, അങ്ങനെ തലപ്പത്തേക്ക് വന്ന് ചേരുന്നതാണ്. ഇപ്പോൾ ടൂർ കൊണ്ടുള്ള പരിപാടിയായാലും ഞാൻ ടൂർ പോകുമ്പോൾ എടുക്കും.
ടൂർ പോകുമ്പോൾ എടുക്കാന്ന് പറയുമ്പോൾ വിചാരിക്കും ടൂർ പോകുമ്പോൾ പൈസ അടിച്ച് മാറ്റാം. അങ്ങനെയല്ല, ഞാൻ പഠിക്കുന്ന കാലഘട്ടത്തിൽ ടൂർ കഷ്ടപ്പെട്ട് പോയിട്ടതാണ്. അതുകൊണ്ട് ടൂർ ഏറ്റവും മിനിമം ചെലവിൽ കൊണ്ടുപോകണം എന്നുള്ള ലക്ഷ്യം വെച്ചിട്ട് പാക്കേജുകാർക്ക് കൊടുക്കാറില്ല. മണലൂർ ഗ്രാമപഞ്ചായത്തിലെ അംഗനവാടികളിൽ നിന്നും ദീർഘകാല സേവനത്തിന് ശേഷം വിരമിക്കുന്ന അംഗനവാടി പ്രവർത്തകരായ വിജയലക്ഷ്മി, സത്യഭാമ, ലതിക, ഓമന എന്നിവർക്ക് യാത്രയയപ്പ് നൽകി. കാഞ്ഞാണി സിംല മാളിൽ നടത്തിയ ചടങ്ങ് മണലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൈമൻ തെക്കത്ത് ഉദ്ഘാടനം ചെയ്തു. വിരമിക്കുന്നവർക്ക് പഞ്ചായത്തിന്റെ ഉപഹാരങ്ങൾ നൽകി ആദരിച്ചു. പഞ്ചായത്ത് മെമ്പർ ധർമ്മൻ പറത്താട്ടിൽ, സൂപ്പർവൈസർ കവിത, അംഗനവാടി വർക്കർ സുഗന്ധി എന്നിവർ സംസാരിച്ചു. തുടർന്ന് അംഗനവാടി പ്രവർത്തകരുടെ നേതൃത്വത്തിൽ കലാപരിപാടികളും അരങ്ങേറി. ഇനിയൊരു ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്, ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. വാർത്തകളിലേക്ക് തിരിച്ചു വരാം. അവധിക്കാലം ഉല്ലസിക്കാൻ മാത്രമല്ല വരുമാന മാർഗം കൂടിയാക്കാമെന്ന് തെളിയിച്ചിരിക്കുകയാണ് ചാഴൂർ ദുബായ് റോഡിലെ കുഞ്ഞു സംരംഭകൻ ശരിക്കും ഞാൻ ഇവിടെ ബോറടിക്കുമ്പോൾ ഞാൻ എൻ്റെ കളിപ്പാത്രം ഇതൊക്കെ വിൽക്കും. എന്നിട്ട് ഇവിടുത്തെ ഒരു ചെയറുണ്ട്, ആ ചെയറൊക്കെ ഇട്ടിട്ട് വെറുതെ കളിക്കും. അപ്പോഴാണ് സ്പ്രൈറ്റും ജെംസും ഇതൊക്കെ മേടിച്ചോണ്ടത്. അപ്പം ഞാൻ അവരെ വെറുതെ വെച്ചു. അപ്പോൾ ഉമ്മയും പറഞ്ഞു, ഇത് കട ഇവിടെ ടേബിളൊക്കെ വിരിച്ചിട്ട്, സ്റ്റഡി ടേബിളാണിത്, ഇതൊക്കെ വിരിച്ചിട്ട് ഇവിടെ ആക്കിക്കോന്നു. ചെറുപ്പം മുതലാളി കളിസ്ഥാനങ്ങളൊക്കെ കൊണ്ടുപോയിട്ട് ഇത് തട്ടുകട എന്നുള്ള രൂപത്തിൽ കടലാസിലൊക്കെ എഴുതി വെച്ച് അത് കച്ചവടമായിട്ടൊക്കെ നടത്തി വെച്ച് അങ്ങനെയുള്ള സംവിധാനമൊക്കെ ചെയ്യാറുണ്ട് ഇടയ്ക്കിടയ്ക്ക്. അങ്ങനെയുള്ള കളി എല്ലാ സാധനങ്ങൾക്കും അത് ചെയ്യും. പിന്നെ ഈ മറ്റുള്ള പലഹാരങ്ങളൊക്കെ മസാല ദോശ അങ്ങനെയൊക്കെ ഓരോ സാധനങ്ങൾ എന്നിട്ട് ഓരോ ഇലകൾ പൊട്ടിച്ച് അതിലൊക്കെ ഓരോന്ന് കൊണ്ടുവന്ന് തരും. ഈ പരിപാടിയിൽ മാത്രമല്ല മറ്റുള്ള എല്ലാ പരിപാടികളിലും ഭയങ്കര ആക്റ്റീവാണ്. അൽഫസായുടെ കൂട്ടുകാരുൾപ്പെടെ നിരവധി പേർ സാധനങ്ങൾ വാങ്ങാനായി കടയിലും എത്തുന്നുണ്ട്. കച്ചവട രംഗത്ത് മാത്രമല്ല പഠനരംഗത്തും കലാരംഗത്തും അൽഫസ മിടുക്കനാണെന്ന് അയൽവാസിയും മുൻ പഞ്ചായത്ത് അംഗവുമായ സുരേഷ് പറഞ്ഞു. പല കുട്ടികളും ഈ പ്രായത്തൊക്കെ മറ്റുള്ള കളികളിലേക്കൊക്കെ നോക്കുമ്പോൾ ഇച്ചാപ്പി സ്വന്തമായിട്ടൊരു സംരംഭം അവൻ തന്നെ തുടങ്ങിയതാണ്. അപ്പോൾ അതിന് വീട്ടുകാരൊക്കെ നല്ല പ്രോത്സാഹനം കൊടുത്തു. കുട്ടികൾ നാട്ടുകാരൊക്കെ ഒന്നുകൂടെ സാധനങ്ങൾ വാങ്ങിക്കും. അപ്പോൾ ഇച്ചാപ്പിക്ക് ഒരു ദിവസം നല്ലൊരു വരുമാനമൊക്കെ കിട്ടുന്നുണ്ട്. ഇച്ചാപ്പി ഇത് മാത്രമല്ല ഒരുപാട് മറ്റ് ആക്ടിവിറ്റീസ് ഉണ്ട്.
നാടകക്കളരി അതുപോലെ തന്നെ മറ്റ് രംഗങ്ങളിലൊക്കെ ഇച്ചാപ്പി അവൻ്റെ കഴിവ് തെളിയിക്കുന്നുണ്ട്. സാധാരണ കുട്ടികളെക്കാൾ ഉപരി അവൻ്റെ പ്രായത്തേക്കാൾ ഉപരിയുള്ളൊരു ബുദ്ധിയും അവൻ്റെ ഒരു പ്രവർത്തനം ഒരു വേറെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെ ഞങ്ങളെല്ലാവരും ഇച്ചാപ്പിക്ക് എല്ലാവിധ പ്രോത്സാഹനം കൊടുക്കാറുണ്ട്. നാട്ടുകാരെല്ലാവരും തന്നെ എല്ലാവിധ പ്രോത്സാഹനം ഇച്ചാപ്പി കൊടുക്കാറുണ്ട്, വീട്ടുകാർ കൊടുക്കാറുണ്ട്. ഇപ്പോൾ ഈ തൊഴിലില്ലായ്മയുടെ കാലത്തൊക്കെ ചെറുപ്പക്കാർക്ക് തൊഴിലില്ലായ്മ നടക്കുന്ന സമയത്ത് അവൻ ഈ ചെറിയ പ്രായത്തിൽ ഒരു ചെറിയ തൊഴിൽ ചെയ്യുക എന്ന് പറയുമ്പോൾ തന്നെ അതൊരു വലിയൊരു പ്രതീക്ഷ നൽകുന്നതാണ് നമുക്കൊക്കെ. ഭാവിയിൽ ഒരു ബിസിനസ്സുകാരനായി വളരാനാണോ താല്പര്യമെന്ന ചോദ്യത്തിന് അൽഫസായിയുടെ ഉത്തരം വളരെ കൗതുകമുള്ളതായിരുന്നു. ബിസിനസ് ഇഷ്ടമാണെങ്കിലും ഒരു അഭിനേതാവാകാനാണ് കൂടുതൽ ഇഷ്ടമെന്ന് പറയുമ്പോൾ ആ വാക്കുകളിൽ ആത്മവിശ്വാസം ഏറെയുണ്ടായിരുന്നു. ഭാവിയിൽ എന്ത് ആയിത്തീരാനാണ് ആഗ്രഹം? ഇതുപോലെ കച്ചവടം ചെയ്ത് കച്ചവടമല്ല, എന്തായിരുന്നു ആഗ്രഹം? ഒരു ആക്ടർ ആവാനാ ഇഷ്ടമായിരുന്നെ. പിന്നെ ഇതുപോലെ തോന്നിയ കാരണം ഒരു കട വെച്ചു, ഫ്ലക്സ് ഒക്കെ അടിച്ചിട്ട്. രാവിലെ എത്ര മണി തൊട്ട് ഇരിക്കും കച്ചവടം ചെയ്യാനായിട്ട്? 8:00-8:30ക്കും 10:00ക്കും. ഒരുപാട് ആളുകൾ വന്ന് മേടിക്കുന്നുണ്ടോ സാധനങ്ങൾ? എന്തൊക്കെയാണ് കച്ചവടത്തിൽ എന്തൊക്കെയാണ് സാധനങ്ങൾ എന്തൊക്കെയാണ്? ഉപ്പിലിട്ട ഐറ്റംസും പിന്നെ മിഠായി, ജ്യൂസുകൾ, കഷ്ണമാങ്ങ, വലിയ മാങ്ങ, നെല്ലിക്ക, ഇരുമ്പമ്പുളി, പിന്നെ നാരങ്ങ മിഠായി, ജെംസ്, ലേസ്, മാങ്ങ ഉണക്കിയത്, ജ്യൂസുകൾ, കപ്പലണ്ടി മിഠായി, അലുവ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ. പിന്നെ ഐസ്ക്രീമും ഉണ്ട്. അവധിക്കാല കച്ചവടത്തിൽ നിന്നും കിട്ടിയ ലാഭം കൊണ്ട് ഒരു ജീപ്പ് വണ്ടി വാങ്ങണമെന്നാണ് ഇപ്പോഴത്തെ ആഗ്രഹം. ഈ കിട്ടുന്ന വരുമാനം എന്താണ് ചെയ്യണം? പൈസയൊക്കെ കൂടി എനിക്കൊരു വണ്ടി വാങ്ങിക്കണമെന്നാണ് ആഗ്രഹം. എന്ത് വണ്ടിയാണ്? ജീപ്പ്. തൻ്റെ സംരംഭത്തിന് വീട്ടുകാരും കൂട്ടുകാരും നൽകിയ പിന്തുണയും ഈ കൊച്ചു ബിസിനസ്സുകാരൻ നന്ദിയോടെ സ്മരിച്ചു. വലപ്പാട് ബീച്ച് തറയിൽ ശ്രീ ഭദ്രകാളി വിശ്വമായ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന മഹോത്സവം ആഘോഷിച്ചു. തന്ത്രി താണിയത്ത് സുധൻ ശാന്തിയുടെയും ക്ഷേത്ര മേൽശാന്തി കോഴിശ്ശേരി രാജു ശാന്തിയുടെയും മുഖ്യ കാർമ്മികത്വത്തിൽ ചടങ്ങുകൾ നടന്നു. പ്രസിഡന്റ് ടി വി രാജേഷ്, സെക്രട്ടറി ടി എൻ സുധീർ, ഗജാഞ്ചി ടി സി കാർത്തികേയൻ എന്നിവർ സംസാരിച്ചു. വലപ്പാട് കോതകുളം SN റോഡ് റെസിഡൻസ് അസോസിയേഷന്റെ വാർഷികം ആഘോഷിച്ചു. വാർഷികാഘോഷം നാട്ടിക MLA CC മുകുന്ദൻ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് TG ഗിരി അധ്യക്ഷനായി. വലപ്പാട് സ്റ്റേഷൻ ASI ഷറഫുദ്ദീൻ മുഖ്യ പ്രഭാഷണം നടത്തി. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം CR ഷൈൻ, വാർഡ് മെമ്പർ അനിത ത്രിദീപ് കുമാർ, അസോസിയേഷൻ സെക്രട്ടറി P പുരുഷോത്തമൻ, വൈസ് പ്രസിഡന്റ് സുധീർ ദാസ് എന്നിവർ സംസാരിച്ചു. ഉദ്ഘാടന സമ്മേളനത്തിന് ശേഷം അസോസിയേഷൻ അംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും നടന്നു. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയുടെ ഭാഗമായുള്ള വിദ്യാർത്ഥികൾക്കുള്ള നീന്തൽ പരിശീലനം ആരംഭിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിമിത ആഷിഖ് ഉദ്ഘാടനം ചെയ്തു. മണപ്പുറം അക്വാട്ടിക് കോംപ്ലക്സിൽ വെച്ച് മികച്ച പരിശീലകരുടെ സഹായത്തോടെ 100-ലേറെ കുട്ടികളെ സൗജന്യമായി പരിശീലിപ്പിക്കുന്നുണ്ട്. കുട്ടികളുടെ കായികക്ഷമത വളർത്തുന്നതിനും ഭാവി സുരക്ഷിതമാക്കുന്നതിനും വേണ്ടിയാണ് പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത്. വൈസ് പ്രസിഡന്റ് VR ജിത്ത്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ KA തബതി, സുധീർ പട്ടാലി, ജ്യോതി രവീന്ദ്രൻ,
ജനപ്രതിനിധികളായ BK മണിലാൽ, KK പ്രകർഷൻ, അനിത കാർത്തികേയൻ, CG സുരേഷ്, മണി ഉണ്ണികൃഷ്ണൻ, സൽമ ടീച്ചർ, മണപ്പുറം ഫൗണ്ടേഷൻ CEO ജോർജ് ഡി ദാസ് എന്നിവർ സംസാരിച്ചു. കാര്യങ്ങൾ സംഭവിക്കാറുള്ളത് നമ്മളിത് കുട്ടികൾക്ക് കായികക്ഷമതയും അതുപോലെ തന്നെ കുട്ടികളുടെ ഒരു മാനസിക ഉല്ലാസത്തിനും വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ വെക്കേഷൻ സമയത്ത് തന്നെ നമ്മൾ ഇത്തരം ക്യാമ്പുകൾ പരിശീലിപ്പിക്കുന്നത്. കൃത്യമായിട്ട് ഇത്ര ദിവസത്തെ പരിശീലനമാണ് നമ്മൾ നീന്തലിന് കൊടുക്കുന്നത്. അത് വളരെ കൃത്യമായിട്ട് തന്നെ അവർ പറയുന്ന സമയത്ത് എത്തിച്ചേരാനായിട്ട് വിദ്യാർത്ഥികൾ അവരെ രക്ഷിതാക്കൾ കൊണ്ടുവരാനായിട്ടുള്ള ശ്രമം നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവണം. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു നീന്തൽ പരിശീലനം നമ്മുടെ കുട്ടികൾക്ക് ഒരുപാട് അപകട മരണങ്ങളൊക്കെ സംഭവിക്കും. അതുപോലെ തന്നെ നീന്തൽ അറിയാത്തത് കൊണ്ടുള്ള ബുദ്ധിമുട്ടുകളിൽ നിന്ന് ഒഴിവാകാനാണ് ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ നടത്തുന്നത്. ആലപ്പാട് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിലും കുറുമ്പിലാവ് ഗവൺമെന്റ് AP സ്കൂളിലും സ്ഥാപിച്ച വാട്ടർ കിയോസ്കുകളുടെ ഉദ്ഘാടനം ചാടൂർ പഞ്ചായത്ത് പ്രസിഡന്റ് KS മോഹൻദാസ് നിർവഹിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ NA ജോഷി അധ്യക്ഷനായി. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിനിത ബെന്നി, മെമ്പർമാരായ KV ഇന്ദുലാൽ, PK ഇബ്രാഹിം എന്നിവർ സംസാരിച്ചു. ചാടൂർ ഗ്രാമപഞ്ചായത്ത് ജനകീയാസൂത്രണ പദ്ധതിയുടെ ഭാഗമായാണ് പദ്ധതി നടപ്പിലാക്കിയത്. ചേർക്കര ദേശം കാവടി ആഘോഷ കമ്മിറ്റിയുടെ ഓഫീസ് തൃശൂർ ജില്ലാ ക്രൈംബ്രാഞ്ച് SP TK സുബ്രഹ്മണ്യൻ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് KG സുരേഷ് അധ്യക്ഷനായി. സെക്രട്ടറി PC മണികണ്ഠൻ, ട്രഷറർ സ്നിതീഷ് തിലകൻ, വൈസ് പ്രസിഡന്റ് VS സതീഷ്, രക്ഷാധികാരി ശിവലാൽ AG തുടങ്ങിയവർ സംസാരിച്ചു. ചാരിറ്റി പ്രവർത്തനങ്ങളുടെ ആദ്യഘട്ടമായി ചേർക്കര ദേശത്തെ മരണവീടുകളിലേക്ക് ആവശ്യമായ കസേര, മേശ, ടാർപോളിൻ, മൃതദേഹം കുളിപ്പിക്കുന്നതിനുള്ള ടേബിൾ തുടങ്ങിയ ആവശ്യ സാധനങ്ങൾ ഓഫീസിൽ നിന്നും വാടകയൊന്നും ഈടാക്കാതെ നൽകുന്ന സേവനം ഉണ്ടായിരിക്കുമെന്നും സെക്രട്ടറി പറഞ്ഞു. ചാരിറ്റി പ്രവർത്തനം എന്ന് പറയുമ്പോൾ നമ്മൾ താഴേക്കിടയിലുള്ള നമ്മുടെ സഹോദരങ്ങളെ കൂടെ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. പലപ്പോഴും സാമ്പത്തികമായിട്ട് വളരെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കുന്ന ആളുകൾ, അവർക്ക് ഈവൻ ചികിത്സയ്ക്ക് പോലും സഹായം കിട്ടാത്ത അവസ്ഥ ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ പല വിദ്യാഭ്യാസം മുടങ്ങിപ്പോകുന്ന പല സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഒരു മേഴ്സി കോപ്സ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്കൊരു ചാരിറ്റി സംഘടനയുണ്ട്. ഏകദേശം 10-15,000 പേരോളം അതിലുള്ള സംഘടനയാണ്. മേഴ്സി കോപ്സ് എന്ന് പറയുമ്പോൾ അതിൽ കോപ്സ് മാത്രമല്ല, എല്ലാവിധ ആളുകളും സർക്കാർ ഉദ്യോഗസ്ഥരും അല്ലാതെയുള്ള ആളുകളും അതിൽ പങ്കാളിയാണ്. അത് ഞങ്ങൾ ചെയ്യുന്നത് വെച്ചാൽ ഞങ്ങൾ മാസം 100 രൂപ സബ്സ്ക്രിപ്ഷനായിട്ട് നമ്മൾ അക്കൗണ്ടിൽ നിന്ന് കട്ട് ചെയ്യുന്ന രീതിയിൽ നമ്മൾ എഴുതി കൊടുത്തിട്ട് അത് നല്ലൊരു എമൗണ്ട് വരും. അപ്പോൾ അങ്ങനെ വരുന്ന എമൗണ്ട് നമ്മൾ ചികിത്സയ്ക്ക് വലിയ കേരളത്തിൽ മൊത്തമാണ് ഈ പറയുന്നത് കേട്ടോ, മൊത്തം ആണ് യൂസ്. പെരുങ്ങോട്ടുകര ശിബായിമുക്ക് കരിപ്പാറ ശ്രീ ഭദ്രകാളി വിഷുമായ വീരഭദ്രസ്വാമി മുത്തപ്പൻ ക്ഷേത്രത്തിൽ വാർഷിക ദിനാഘോഷവും കളമ്പാട്ട് ഉത്സവവും നടത്തി. വിശേഷാൽ പൂജകൾ, ദീപാരാധന എന്നിവയ്ക്ക് ശേഷം കരിപ്പാറ കുടുംബാംഗങ്ങളുടെ തിരുവാതിരക്കളി അരങ്ങേറി. ക്ഷേത്രം ഭാരവാഹികളായ രക്ഷാധികാരി സുഗതൻ K കരിപ്പാറ, പ്രസിഡന്റ് KN ചന്ദ്രൻ, സെക്രട്ടറി KR സുരേന്ദ്രൻ, കരിപ്പാറ സലീഷ് എന്നിവർ നേതൃത്വം നൽകി. ശിവശങ്കരായ ഉമാപദേ ശിവശങ്കര ചിദംബര പരമേശ്വര കരുണാനിധേ ഹരശങ്കര. അമ്പലമുറ്റത്തൊരു കൊമ്പനെ കൂട്ടരെ നിങ്ങൾ കണ്ടോ? അമ്പമ്പോ ചന്തമേറും ഗജവീരൻ കൊമ്പനാന കറുമ്പൻ, കൊമ്പനാന
കറുമ്പൻ കമ്പമേറ്റുന്നൊരിമ്പം വരുത്തുന്ന വമ്പേഴും കൊമ്പുരണ്ടും അമ്പേയുയർത്തി. തൃപ്പയാർ ബീച്ച് എറൻ സമാജം ഭദ്രകാളി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ദിന മഹോത്സവം ഭക്തി നിർഭരമായി ആഘോഷിച്ചു. അഷ്ടദ്രവ്യ മഹാഗണപതി ഹവനം, വിശേഷാൽ പൂജകൾ, കലശാഭിഷേകം, കാഴ്ചശീവേലി, ഉച്ചയ്ക്ക് പ്രസാദോട്ട്, വൈകിട്ട് പകൽപൂരം, ദീപാരാധന, നാദസ്വരം, സഹസ്രനാമാർച്ചന, രാത്രി അത്താഴപൂജ, സംഘനൃത്തം, തുടർന്ന് നാടകം, പുലർച്ചെ എഴുന്നള്ളിപ്പ്, ഗുരുതി തർപ്പണം എന്നിവ നടന്നു. പീച്ചിയിൽ രാജീവ് ഭഗവതിയുടെ തിടമ്പേറ്റി. ക്ഷേത്രം തന്ത്രി കരുമാത്ര വിജയൻ തന്ത്രി മുഖ്യ കാർമ്മികനായി. ക്ഷേത്രം രക്ഷാധികാരി വാസു കെ.എ., ക്ഷേത്രം പ്രസിഡന്റ് കെ.എസ്. വിജയകുമാർ, സെക്രട്ടറി മനോജ് പി.എം., ട്രഷറർ ഭാരതി വേലായുധൻ, ജോയിന്റ് സെക്രട്ടറി ഷാജി കെ.കെ., വൈസ് പ്രസിഡന്റ് തിലകൻ, ക്ഷേത്ര നിർമ്മാണ കമ്മിറ്റി പ്രസിഡന്റ് ശോഭനൻ കെ.ആർ., മീര ആനന്ദൻ, ഉണ്ണി ഇ.വി., തമ്പി കെ.കെ. എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. കഴിമ്പ്രം വാഴപ്പുള്ളി ശ്രീ രാജരാജേശ്വരി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനാഘോഷത്തോടനുബന്ധിച്ച് പൊങ്കാലയും ശതകാലാഭിഷേകവും നടത്തി. രാവിലെ ഗണപതി ഹവനം, പന്തിരടി പൂജ, പൊങ്കാല, ഉച്ചപൂജ, ശ്രീഭൂതബലി, തുടർന്ന് പ്രസാദോട്ട്, വൈകിട്ട് ശീവേലി, എഴുന്നള്ളിപ്പ്, ദീപാരാധന, ചുറ്റുവിളക്ക്, നിർമ്മാല, രാത്രി അത്താഴപൂജ എന്നിവയും നടന്നു. ക്ഷേത്രം തന്ത്രി മുല്ലങ്ങത്ത് നന്ദകുമാർ ശാന്തി മുഖ്യ കാർമ്മികരായിരുന്നു. ശാന്തിമാരായ മനോജ് കണ്ണൻ, ഷിനോജ്, സനേഷ്, അനേക് എന്നിവർ സഹകാർമ്മികരായി. ക്ഷേത്രം ഭാരവാഹികളായ വി.യു. ഉണ്ണികൃഷ്ണൻ, വി.ആർ. രാധാകൃഷ്ണൻ, വി.കെ. ഹരിദാസൻ എന്നിവർ നേതൃത്വം നൽകി. തളിക്കുളം സെന്റ് മേരീസ് ദേവാലയത്തിലെ വിശുദ്ധ സെബാസ്ത്യാനോസിൻ്റെയും വിശുദ്ധ അന്തോണീസിൻ്റെയും സംയുക്ത തിരുനാൾ ആഘോഷിച്ചു. ബുധനാഴ്ച രാവിലെ നടത്തിയ തിരുനാൾ കുർബാനയ്ക്ക് റവറൻ ഫാദർ സെബി കാഞ്ഞിരത്തിങ്കൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ ബിജോയ് പൊൻപറമ്പിൽ തിരുനാൾ സന്ദേശവും നൽകി. വൈകിട്ട് 3 മണിക്ക് വീടുകളിലേക്ക് അമ്പ് എഴുന്നള്ളിപ്പ്, രാത്രി ഇടശ്ശേരിയിൽ നിന്നും പള്ളിയിലേക്ക് അമ്പ് പ്രദർശനം, വർണ്ണമഴ, തുടർന്ന് രൂപം എടുത്തുവയ്ക്കൽ എന്നിവയും ഉണ്ടായിരുന്നു.
നാട്ടിക ഭദ്രകാളി മായങ്കാവ് ക്ഷേത്രത്തിൽ തോറ്റമ്പാട്ട് മഹോത്സവം മെയ് 3-4 തീയതികളിൽ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മെയ് 3 രാവിലെ അഷ്ടദേവീയ മഹാഗണപതി ഹോമം, ഗുരുഭൂതന്മാരുടെ രൂപത്തിലേക്ക് എഴുന്നള്ളിപ്പ്, വൈകിട്ട് ശ്രീ വിശ്വമായ സ്വാമിക്ക് രൂപക്കളം എഴുന്നള്ളിപ്പ് എന്നിവ നടക്കും. സമാപന ദിവസമായ മെയ് 4 രാവിലെ മഹാദേവിയുടെ രൂപക്കളത്തിലേക്ക് എഴുന്നള്ളിപ്പ്, ഉച്ചയ്ക്ക് മഹാഗുരുതിയും തുടർന്ന് മഹാദേവിയുടെയും വീരഭദ്രസ്വാമിയുടെയും രൂപക്കളത്തിൽ നൃത്തം എന്നിവയും നടക്കും. മഠാധിപതി അനന്തു സുരേഷ്, പ്രസിഡന്റ് AN സിദ്ധപ്രസാദ്, സെക്രട്ടറി ബിപിൻ സാഗർ, ജോയിന്റ് സെക്രട്ടറി ബഗീഷ് പൂരാടൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. സ്വാതന്ത്ര്യ സമര സേനാനിയും മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവുമായിരുന്ന കെ ഈശന്റെ ചരമവാർഷികം ആചരിച്ചു. ഭീകരവാദത്തിനെതിരെ CPM ജനസദസ്സ് സംഘടിപ്പിച്ചു. അവധിക്കാലം വരുമാന മാർഗമാക്കി ചാഴൂർ ദുബായ് റോഡിലെ കുഞ്ഞു സംരംഭകൻ. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.